ഒരു ബോൺസായി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പൊട്ടിയ പോട്ടാണ്. നമുക്ക് ദിവസവുമുള്ള വെള്ളം കൊടുക്കുക, അതുപോലുള്ള കെയറൊക്കെ കൊടുക്കാതെ വളർത്താവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിന് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള ഒരു റിസർവോയർ പോലെ അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒരു തിരി അതിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശേഖരിച്ച് വെക്കുന്ന വെള്ളം ചെറിയ രീതിയിൽ പുറത്തേക്ക് വലിച്ചെടുക്കും. പിന്നെ അതുകൂടാതെ ഈ മരം കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളെല്ലാം അത് തനിയെ വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ വേരുകളൊക്കെ പോയിക്കോളും. അപ്പോൾ നമ്മൾ വെച്ചുള്ള തിരി ദ്രവിച്ച് പോയാലും ആ സമയമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ വേരുകളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ തെർമോക്കോൾ വേസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. ഇത് നമ്മളൊരു മരം അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് 2 മരത്തിൻ്റെ കഷ്ണം അവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ്. അതാണ് നമ്മൾ വെക്കുന്നത്. ഇതൊരു എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ വുഡിൽ ചെറുതായിട്ട് കെട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതിങ്ങനെ സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളൂ. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം, ഒരു തുണി, ഒരു ക്ലോത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് അത് സിമെൻറ്റാണ്. സിമെൻറ്റിൽ ചെറുതായിട്ട് വെള്ളം കലക്കി ഗ്രൗട്ടാക്കിയിട്ട് അതിൽ നമ്മൾ ആ ക്ലോത്ത് അതിൽ മുക്കിയെടുത്തിട്ട് ക്ലോത്തിൽ അതിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഒരു ലെയർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഉള്ളിൽ വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ ആ ഇതൊക്കെ അതിൽ മറിഞ്ഞു പോകും. പിന്നെ നമ്മൾ ബോട്ടിൽ നമ്മളിപ്പോൾ തൽക്കാലം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാം. ഉണങ്ങിയിട്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഗ്രൗട്ടൊക്കെ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ഇതിൽ നിന്ന് സ്റ്റോണുകളോ അല്ലെങ്കിൽ പെബിൾസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതൊന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെച്ച ഈ സംഭവങ്ങളൊന്നും പിന്നെ പുറത്തേക്ക് കാണില്ല. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഞാനവിടെ ചെറുതായിട്ട് ഒരു മുറിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തുടക്കത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ചെടി മൊത്തമായിട്ട് നനയുന്ന രീതിയിൽ ഒരു മാസമൊക്കെ നനച്ച് കൊടുക്കേണ്ടത്. അത് ഡെയിലി നനച്ച് കൊടുക്കണം. പിന്നെ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വീക്കിലി ഒരു പ്രാവശ്യം നനയ്ക്കുക. പിന്നെ നന്നായിട്ട് അത് വേരൊക്കെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതിയാവും. നമ്മൾ മോസൊക്കെ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഐഡിയ അനുസരിച്ചൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഇത് നിങ്ങളിതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ പേജിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്ത് സംഭവിച്ചു,